ഹലോ, ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൗസിൻ്റെ ഹുക്കും ലൂപ്പും എങ്ങനെ വെക്കാമെന്നുള്ളതാണ്. എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. എല്ലാവരും വേറെ രീതിയിൽ വെക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഞാൻ വേറൊരു കസ്റ്റമറിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ ഹുക്ക് വെക്കുമ്പോൾ അതെങ്ങനെയാണ് ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ ബ്ലൗസ് ഞാൻ 5 ഹുക്കാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ എല്ലാ ബ്ലൗസിനും 5 ഹുക്കാണ് എടുക്കാറ്. ഹുക്കും ലൂപ്പും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 4 ലെയറായിട്ടാണ് സൂചിയിൽ നൂല് കോർക്കാറ്. ആദ്യം തന്നെ ഹുക്കിൻ്റെ താഴ്വശം ചെറുങ്ങനെ ഒന്ന് അകത്തി കൊടുത്തിട്ട് അത് ബ്ലൗസിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ബാക്കി എല്ലാവരും എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പലരും പല രീതിയിലാണ് ഹുക്ക് വെക്കാറ്. ഞാൻ വെക്കുന്ന രീതിയാണ് ഇങ്ങനെ. തുണിയിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് ഹുക്കിൻ്റെ ഉള്ളിലൂടെ എടുത്ത് പിന്നെ റൗണ്ടായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. സൂം ചെയ്ത് കാണിക്കാം. സൂചി എടുത്തിട്ട് ഇതിൻ്റെ അടിയിലൂടെ എടുക്കുക, ഇത് വലിക്കുക. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. പിന്നെ അതേപോലെ ഇതിൻ്റെ അടിയിലൂടെ കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം. കണ്ട ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഈ ഒരു ഭാഗം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ അപ്പുറത്തേക്ക് എടുക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് ഈ തുളേൻ്റെ ഉള്ളിലൂടെ എടുക്കണം. അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ട് ആദ്യം ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലൂടെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. സൂം ചെയ്ത് കാണിക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പുറത്തേക്ക് ഇത് കൊണ്ടുവരണമെങ്കിൽ ഈ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ, തുണീൻ്റെ അടിയിലൂടെ, അതായത് ഇങ്ങനെ പോവാതെ ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോയിട്ട് ഹോൾസിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല. ആദ്യം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക, ഇങ്ങനെ വലിക്കുക. ഇത് കണ്ടില്ലേ? ഇതിങ്ങനെ വെച്ച ശേഷം ഈ ഹോൾസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ ഉണ്ടല്ലേ. ഇനി ഈ ഹോൾസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പുറത്തേക്ക് എടുക്കേണ്ടത് ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങോട്ടേക്ക് മേൽഭാഗത്തേക്ക് എടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരണം. ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരാം. വീണ്ടും ഇതിൻ്റെ ഉള്ളിലൂടെ അതിലൂടെ എടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഹൂക്ക് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ലൂപ്പ് പിടിപ്പിക്കാം. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ലൂപ്പ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നൂലെല്ലാം എടുത്തിട്ടുണ്ട്. ലൂപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനായിട്ട് ആദ്യം നൂലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് അത് കുത്തി വലിച്ചെടുത്ത ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയൊരു അകലത്തിൽ ആദ്യം സൂചി നൂലിനെ കൊണ്ട് കുത്തിയിട്ട് വലിച്ചെടുക്കുക. അതേപോലെ അത് ഇപ്പുറത്തുനിന്ന് വലിച്ചില്ല. ഇനി നേരെ അപ്പുറത്ത് ഒന്നും കൂടി. അങ്ങനെ 1 2 3 4 ഞാൻ 4 വട്ടം അങ്ങനെ അപ്പുറയും ഇപ്പുറയും കൂടി സൂചി കുത്തിയെടുക്കും. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് ഈ വര ഇവിടെയല്ലേ, ആ വരേൻ്റെ ഇപ്പുറത്തെ സൈഡോട്ട് കയറ്റിയിട്ട് സൂചി ഇങ്ങനെ കുത്തി മേലേക്ക് എടുക്കുക. എന്നിട്ട് ഇത് സെൻറ്റർ വരേൻ്റെ തൊട്ടിപ്പുറമായിട്ട് സൂചി ഇങ്ങനെ ഇതിലേക്ക് വലിച്ചെടുക്കുക. 1 2 3 4 അങ്ങനെ 4 ഓട്ടം വലിക്കുക. ഇങ്ങനെ വന്നില്ലേ? ഇനി ഈ നൂല് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഇതിൻ്റെ താഴത്തെ അടിയിലത്തെ ഭാഗം ഈ നൂലിൻ്റെ എല്ലാം, അതായത് ഈ നൂലിൻ്റെ മൊത്തം ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. എടുത്തിട്ട് ഇങ്ങനെ വലിക്കുക. കണ്ടോ? ഇത് കിട്ടും. അതുപോലെ തന്നെ ആദ്യമേ ഇതിൻ്റെ അടിയിലൂടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതുപോലെ ഉള്ളിലേക്ക് കൊടുത്തിട്ട്
അതായത് ഈ നൂലിപ്പുറത്തൂടെ എടുക്കുക. അതായത് ഇത് ഇങ്ങനെയല്ല വരേണ്ടത്, ഇത് സൂചീൻ്റെ അടിയിലൂടെ, ഈ സൂചീൻ്റെ ഉള്ളിലൂടെയാണ് ഇത് എടുക്കേണ്ടത്. എന്താ ഇങ്ങനെ ഉണ്ടോ, എന്താ ഇങ്ങനെ ആദ്യം എടുക്കുക, ആദ്യം ഇങ്ങനെ എടുക്കുക, ആദ്യം ഇതിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് കണ്ട, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് താഴോട്ട് കുത്തി ഇറക്കുക. അതായത് ഇങ്ങനെ അടിയിൽ കുത്തി ഇറക്കുക. അടിയിലുണ്ട്, ഇവിടുന്ന് കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ ഫുള്ളായി ഞാൻ ഇവിടെ ഒരു സൈഡ് ഒന്ന് കൊടുക്കാറുണ്ട്. അഥവാ വേണമെങ്കിൽ കുറച്ച് ഈ സൈഡ് ഞാൻ വെക്കാം, ചില ആൾക്കാർ കുറച്ചും കൂടെ ടൈറ്റ് വേണമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ അപ്പം മെലിഞ്ഞാലോ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഞാൻ ഇവിടെയും കൊടുക്കാറുണ്ട്, സൈഡ് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്യുന്ന രീതിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.